ഹലോ, എല്ലാവർക്കും ഒന്ന് പറയാൻ പോകുന്നത് ഒരു അടിപൊളി കഥയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കഥ മുഴുവനായി തന്നെ കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ. റിസോർട്ടിലെ ക്യൂവിൽ നിന്നും ഇരന്ന് വാങ്ങിയാണ് ആ ബ്ലാങ്കറ്റ് ഞാൻ സംഘടിപ്പിച്ചത്. വെട്ടിയിട്ട വാഴത്തടി പോലെ ഡാഡി ഫിറ്റായി രണ്ടാമത്തെ ബ്ലാങ്കറ്റും പുതച്ച് സുഖമായി മൂടിപ്പുതച്ച് കിടന്നപ്പോൾ എനിക്കും മമ്മിക്കും ആ കൊടും തണുപ്പിൽ കിടന്നുറങ്ങാൻ റിസോർട്ടുകാരുടെ കാല് പിടിക്കേണ്ടി വന്നു. ഡാഡിയും ഞാനും വലിയ ഡാഡിയും ഫാമിലിയും പിന്നെ ആൻറ്റിമാരും കുട്ടികളുമായി ഫാമിലിയായി 3 ട്രിപ്പ് വന്നപ്പോൾ ശരിക്കും പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. ഈവനിങ് ആയപ്പോൾ വെള്ളമടയും പാട്ടും ക്യാമ്പ് ഫയറും അവസാനം ഡാഡിയും അങ്കിളും ഫിറ്റായി. ആദ്യം ബുക്ക് ചെയ്ത മുറി കൂടി ലഭിക്കാതെ ക്യാൻസലായപ്പോൾ കുട്ടികളെല്ലാം പാരൻസിനോടൊപ്പം തന്നെ കിടക്കണമെന്ന് തീരുമാനമായി. കിട്ടിയ ബ്ലാങ്കറ്റിൽ നമുക്ക് ഒരുമിച്ച് കിടക്കാമെന്ന് മമ്മി നിഷ്കളങ്കമായി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു മിന്നൽ പ്രവാളമാണ് പാഞ്ഞു പോയത്. സ്വാഭാവികമായും ഡാഡി ബോധം കെട്ട് ഉറങ്ങുകയാണെങ്കിലും കുറച്ച് ശ്രമിച്ചാൽ ആ ബ്ലാങ്കറ്റിൽ മമ്മിക്കും കയറിക്കൂടാം എന്നിരിക്കെ ഇപ്പോൾ ലഭിച്ച ബ്ലാങ്കറ്റിൽ പുതച്ചു മൂടി നമുക്ക് 2 പേർക്കും ഒരുമിച്ച് കിടക്കാമെന്ന് മമ്മി പറഞ്ഞതിൽ എന്തോ എനിക്കുണ്ടായ സംശയം അതായിരുന്നു. ഈ മരം കൊച്ചുന്ന തണുപ്പിൽ മമ്മിയോടൊപ്പം ഒരു ബ്ലാങ്കറ്റിനുള്ളിൽ കിടന്നുറങ്ങുന്ന കാര്യം ഓർത്തപ്പോൾ എനിക്കെന്തോ ഒരു വെള്ളായ്മ തോന്നി. ബാത്റൂമിൽ പോയി വന്നതിന് ശേഷം ബാഗിൽ നിന്നും ചീപ്പെടുത്ത് കണ്ണാടിയുടെ മുമ്പിൽ നിന്നും മമ്മി മുടി അഴിച്ച് ചീകി ഒതുക്കി. ചുവന്ന സ്വെറ്ററിൽ ചുരുണ്ട് കിടക്കുന്ന അഴിച്ചിട്ട മുടിയിൽ മമ്മി കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു. കൂർക്കം വലിച്ചിറങ്ങുന്ന ഡാഡിയെ അല്പം ബലം പ്രയോഗിച്ച് ബെഡിൻ്റെ ഒരറ്റത്തേക്ക് അല്പം കൂടി തള്ളി മാറ്റി മമ്മിയും ഡാഡിയോട് ചേർന്ന് കിടന്നു. ഏറ്റവും അറ്റത്ത് അനിയത്തി ബോധം കെട്ട് ഉറങ്ങുകയായിരുന്നു. ഡാ മതി, മൊബൈൽ നോക്കിയിരുന്നത് ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടക്കാൻ നോക്ക്. നീ പോകുന്നുണ്ടോടാ രാവിലെ തോട്ടത്തിൽ കറങ്ങാൻ? മമ്മി എന്നോട് ചോദിച്ചു. ഏയ് ഞാനില്ല മമ്മി, രാവിലെ ഞാൻ എണീക്കില്ല. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു മമ്മിയുടെ അടുത്ത് ചെന്ന് കിടന്നു. മമ്മി ബ്ലാങ്കറ്റ് എനിക്ക് ഷെയർ ചെയ്ത് തന്നു. ബ്ലാങ്കറ്റിനുള്ളിൽ നുഴഞ്ഞു കയറി ഞാൻ ബ്ലാങ്കറ്റിൻ്റെ ഭൂരിഭാഗവും കയ്യിലാക്കി മമ്മിയെ മനപ്പുറം ബ്ലാങ്കറ്റിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അല്പം കുസൃതി ഒപ്പിച്ചു. എടാ, ഇതിപ്പോൾ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയല്ലോ. ഞാൻ പുറത്തായല്ലോ, തണുത്തിട്ട് വയ്യടാ, എനിക്ക് കൂടി താടാ ബ്ലാങ്കറ്റ്, പിടിച്ചു വലിച്ചു മമ്മി പറഞ്ഞു. അല്പനേരം ബ്ലാങ്കറ്റിനായി ഞാനും മമ്മിയും പിടിവരിയായി. മമ്മിയുടെ അടുത്ത് അത്തരം കുസൃതികൾ ചെയ്യാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമായിരുന്നു. 4 വർഷത്തോളമായി മമ്മിയെ ശരിക്കും മിസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. +2 നാട്ടിൽ ചേർന്നതോടുകൂടി ഞാൻ നാട്ടിലും മമ്മിയും ഡാഡിയും അനിയത്തിയും സൗദിയിലുമായിരുന്നു. പിന്നെ വർഷത്തിലോ 2 വർഷം കൂടുമ്പോഴോ ആയിരുന്നു അവർ ലീവിന് നാട്ടിൽ വന്നിരുന്നതും മമ്മിയുടെ വാത്സല്യം പകർന്നു കിട്ടിയിരുന്നതും. ഓ, എന്തൊരു തണുപ്പാടാ! സൗദിയിൽ തണുപ്പ് കാലത്ത് പോലും ഇല്ലല്ലോ ഇത്ര തണുപ്പ്. ഞാനും മമ്മിയും ഒരു ബ്ലാങ്കറ്റിനുള്ളിൽ മൂടിപ്പൊതിച്ച് കിടന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മിയുടെ കൂടെ കിടന്നുറങ്ങുന്നത് എന്നൊരു ചമ്മൽ എനിക്കുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് തണുപ്പ് മമ്മി! ഞങ്ങൾ ഫ്രണ്ട്സായി ജാനുവരിയിലാണ് ഇവിടെ വന്നത്. അന്നതിൻ്റെ ഡബിൾ തണുപ്പായിരുന്നു. ആ കൊള്ളാം, ഞാനും ഡാഡിയും നാട്ടിലില്ലാത്തതിൻ്റെ സ്വാതന്ത്ര്യം അല്ലേ? അല്ലെങ്കിൽ ബൈക്കിലൊക്കെ മൂന്നാറിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് പോകും മമ്മി. ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് ഹിമാലയത്തിലേക്കാണ്. ഉവ്വ അധികം കളിച്ചാൽ നിന്നെ തിരിച്ച് സൗദിയിൽ എത്തിക്കും കേട്ടോ. എടാ, നീ ശരിക്കും ഹിമാലയത്തിലേക്ക് പോകുന്നുണ്ടോ ബൈക്കിൽ? എൻ്റെ പൊന്നു മമ്മി, ഞാൻ വെറുതെ പറഞ്ഞതാ. 1-2 വർഷമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ പോവും. എടാ, നീ നോക്കിയേ, എൻ്റെ കൈ മരവിച്ച പോലെയായി. മമ്മിയുടെ തണുത്ത കൈകൾ എൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മമ്മി പറഞ്ഞു. അയ്യോ, മമ്മിയുടെ കൈ ഐസ് പോലെ ആയല്ലോ. ആ ശരിയാടാ, സൗദിയിൽ വെച്ചും എനിക്ക് തണുപ്പ് പറ്റില്ലായിരുന്നു. നിന്റെ കൈക്ക് നല്ല ചൂടാണല്ലോ. ഡാ, മമ്മിയുടെ കൈ ഒന്ന് ചൂടാക്കി തന്നേ. എങ്ങനെ? എടാ പൊട്ടാ, കൈവിരലൊന്ന് തിരുമ്മിത്താ, അപ്പോൾ ചൂടായിക്കോളും. തണുത്ത കൈവിരൽ എൻ്റെ കയ്യിലേക്ക് കോർത്തു തന്ന് മമ്മി ചോദിച്ചു. അങ്ങനെ പറ. ഞാൻ മമ്മിയുടെ കൈവിരലുകൾ തിരുമ്മിക്കൊടുത്തു. മമ്മിയുടെ ചന്ദനവർണ്ണമാർന്ന വെളുത്ത വിരലുകൾ മനസ്സിലോർത്തു ബ്ലാങ്കറ്റിനുള്ളിൽ വെച്ച് ആ കൈകൾ തിരുമ്മിയപ്പോൾ എൻ്റെ ആൾ പതിയെ തലപൊക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ മമ്മിയും ഡാഡിയും അനിയത്തിയും സൗദിയിൽ നിന്നും വന്നപ്പോൾ കൊച്ചി എയർപോർട്ടിൽ അവരെ പിക്ക് ചെയ്യാൻ താനും വലിയ ഡാഡിയും കൂടിയാണ് പോയിരുന്നത്. അന്ന് ടൈറ്റ് ജീൻസും ടോപ്പും ഇട്ട് ട്രോളി ബാഗും തള്ളി വരുന്ന മമ്മിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നുപോയി. അന്ന് 2 വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ മമ്മി അല്പം കൂടി തടിച്ചു, നല്ല സെലിബ്രിറ്റി ഗ്രാമറിലായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം കണ്ട സന്തോഷത്തിൽ മമ്മി മാതൃവാത്സ്യത്തോടെ എന്നെ കെട്ടിപ്പിണർന്നപ്പോൾ എന്തോ ഒരു അനുഭൂതിയാണ് എനിക്ക് തോന്നിയത്. അത് തീർത്തും നിഷ്കളങ്കമായിരുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മമ്മിയിൽ നിന്നും കണ്ണെടുക്കാൻ സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല.
45 ദിവസത്തെ മമ്മിയുടെ ലീവ് തീരുമ്പോഴേക്കും ഞാനാകെ തളരുമല്ലോ. ദൈവമേ, ഇവർ ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് നല്ല കുറച്ച് അടിപൊളി സീൻ കിട്ടണേ, ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. അപ്പോഴായിരുന്നു മമ്മി ട്രോളി ബാഗ് കാറിലേക്ക് വെക്കാൻ വേണ്ടി താഴുന്നത്. അപ്പോൾ കിട്ടിയ ദർശനം ഒന്ന് പറയേണ്ട തന്നെ ആയിരുന്നു. പ്രാർത്ഥിച്ച് കഴിയും മുമ്പ് തന്നെ സീനുകൾ കിട്ടിത്തുടങ്ങിയ സന്തോഷമായിരുന്നു എനിക്ക്. കുന്തം വിഴുങ്ങുപോലെ നിൽക്കാതെ ഒന്ന് പിടിച്ച് സഹായിക്കട, മമ്മി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നൊരു ഇളിഞ്ഞ ഭാവത്തിൽ ഞാൻ പെട്ടി ട്രോളിയിൽ കയറ്റി വെക്കാൻ മമ്മിയെ സഹായിച്ചു. ഗൾഫിൽ നിന്ന് വന്ന മമ്മിയുടെയും ഡാഡിയുടെയും പെങ്ങളുടെയും കൂടെ ക്ലാസ് കഴിഞ്ഞ് ഒരാഴ്ച നിന്ന ശേഷം ഹോസ്റ്റലിലേക്ക് വീണ്ടും മനസ്സോടെയാണ് ഞാൻ പോയത്. ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴും ഇടയ്ക്കൊക്കെ മനസ്സിൽ മമ്മിയുടെ മുഖമായിരുന്നു. എത്ര കുറ്റബോധം മനസ്സിൽ തോന്നിയാലും ഞാൻ സർവ്വ തെറ്റുകളും അങ്ങ് മറക്കും. ആ തിളങ്ങുന്ന വെളുത്ത മുഖം ഞാൻ മനസ്സിലേക്ക് കൊണ്ടുവരും. 45 ദിവസത്തെ അവധി കഴിഞ്ഞ് മമ്മിയും പപ്പയും അനുജത്തിയും വീണ്ടും സൗദിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ താൻ വീണ്ടും ഹോസ്റ്റൽ ലൈഫിലേക്കും പിന്നീട് ഇത്തരത്തിലുള്ള സന്തോഷകരമായ മറ്റ് വെക്കേഷൻ എല്ലാവരും കൂടി ഒരുമിച്ചാകാൻ ഇനിയും 1 വർഷമോ ചിലപ്പോൾ 2 വർഷമോ വന്നേക്കാം. വീക്കെൻഡ്സിൽ ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് വീണ്ടും ഓടിയെത്തുമ്പോൾ മമ്മിയുടെ പാചക പുണ്യവും സ്നേഹവും കൊതി തീരാതെ അനുഭവിക്കാൻ എന്ന പ്രതീക്ഷയായിരുന്നു മനസ്സ് മുഴുവൻ. ചിലപ്പോൾ ലോട്ടറി പോലെ കിട്ടുന്ന ഒരു കാഴ്ച അടുത്ത ആഴ്ചത്തെ ഹോസ്റ്റലിൽ തനിക്ക് തലോടാൻ കൂട്ടാവും. എന്നാലും പല ട്രിപ്പുകളും പദ്ധതികളും ഒക്കെ ആലോചിച്ച് അവസാനം 3ാം ട്രിപ്പിലെത്തി. തികച്ചും പ്രതീക്ഷിക്കാതെ റിസോർട്ടിൽ മമ്മിക്കൊപ്പം ഒരു റൂമിൽ ബ്ലാങ്കറ്റിനുള്ളിൽ ഓർത്തപ്പോൾ എനിക്ക് കുളിരി കോരി. അന്ന് 2 വർഷത്തിനു ശേഷം എയർപോർട്ടിൽ വെച്ച് കണ്ട കൊതിയോടെ ഞാൻ മനസ്സിൽ കണ്ട ആ ഗ്ലാമർ സുന്ദരിയുടെ കൈവിരലുകളാണ് തൻ്റെ കൈക്കുള്ളിൽ കിടന്ന് അമരുന്നത് എന്നോർത്തപ്പോൾ എൻ്റെ ആൾ വീണ്ടും തലപൊക്കി. ആള് താഴ്ന്ന ലക്ഷണമില്ല. മമ്മിയൊന്ന് ഉറങ്ങിക്കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് നോക്കാമായിരുന്നു. ഞാൻ ഓരോ ചിത്രങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു. കാൽപാദത്തിലാണടാ കൂടുതൽ തണുപ്പ്. തണുത്ത കാൽപാദം എൻ്റെ കാലിൽ ചേർത്ത് വെച്ച് മമ്മി പറഞ്ഞു. എടാ, കാല് നിന്റെ കാലിൽ മുട്ടിക്കുമ്പോൾ നല്ല ചൂടുണ്ട്. ഓ, ഇനി കാല് ഞാൻ തിരുമ്മി തരണോ? നിഷ്കളങ്കത മനസ്സിൽ വരുത്തി ഞാൻ ചോദിച്ചു. തിരുമ്മി തന്ന നന്നായിരുന്നു. മമ്മിയുടെ കാല് തിരുമുന്ന പുണ്യം നിനക്ക് കിട്ടും. സ്വതന്ത്രമായി മമ്മി പറഞ്ഞു. വേണ്ട, കാല് പിടിക്കുന്ന പുണ്യം എനിക്ക് വേണ്ട. ഞാൻ തിരിച്ചടിച്ചു. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. ആ, ലേറ്റായി, നീ കിടന്നുറങ്ങിക്കോ. അതും പറഞ്ഞു മമ്മി തിരിഞ്ഞു കിടന്നു. ഞാൻ കുറച്ചു നേരം എന്ത് ചെയ്യണമെന്നറിയാതെ അനങ്ങാതെ അങ്ങനെ കിടന്നു. പല ചിന്തകളും പ്രതീക്ഷകളും മനസ്സിലേക്ക് തിങ്ങിക്കേറി. എങ്ങനെ ആരംഭിക്കും, അഥവാ ഇനി ആരംഭിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ അലയടിച്ചു. 1-2 പ്രാവശ്യം ഞാനത് അടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഭയം കൊണ്ട് ഞാൻ പിന്മാറി. ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ അടക്കി വെച്ച് കിടന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായത്. ഇതിനിടയ്ക്കാണ് മമ്മി ആ പിൻകുടം എന്നിലേക്ക് തള്ളി വെക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ഇതറിഞ്ഞാണോ അറിയാതെയാണോ, ഇനി അഥവാ ഉറക്കപ്പിച്ചിലാണോ? എന്തായാലും എവിടെ വരെ പോകുമെന്ന് അറിയാലോ. ഞാൻ അനങ്ങാതെ അങ്ങനെ തന്നെ കിടന്നു. മമ്മിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. എൻ്റെ കൈയും കാലും തണുത്ത് വരച്ചിട്ടും ഞാനത് കണക്കിലെടുക്കാതെ മമ്മിയുടെ വരവിനായി കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ആ പിൻകുടം വീണ്ടും എന്നിലേക്ക് അടുക്കുന്നു. ഞാൻ ആകെ അതിശയിച്ചു പോയി. ഇതെന്തിനുള്ള നീക്കമാണ്? എൻ്റെ ആഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ നിറവേറുമോ? പിന്നെ ഇതെല്ലാം കണ്ടപ്പോൾ ഞാനും ഒട്ടും സഹകരിക്കാതിരുന്നില്ല. ഞാനും കുറച്ച് മുൻപോട്ട് നീങ്ങി. അതാ അടുത്ത നീക്കത്തിൽ അത് തമ്മിൽ ഉരസി. ഒരു ഷോക്ക് അടിച്ച പോലെ എൻ്റെ ഉള്ളിൽ എന്തോ കയറി ഇറങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വീണ്ടും അങ്ങനെ തന്നെ കിടന്നു. പക്ഷെ അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം മമ്മിയുടെ അരികിൽ നിന്നും ഉണ്ടായത്. പുറത്തും അകത്തും തണുപ്പ് കൊണ്ട് മൂടിയ ആ നിമിഷത്തിൽ ഡാഡിയും അനിയത്തിയും കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണോ എന്നറിയില്ല മമ്മി ഇതിനെല്ലാം മുതിർന്നത്. ആ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിലായിരുന്നു മമ്മി കൊമ്പനെ പിടിച്ച് ആ മാളത്തിൻ്റെ അരികിലേക്ക് വെച്ചത്. ഒരു ഇടിമിന്നലടിച്ച പോലെ ഞാൻ കിടന്ന് വിറച്ചു. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും എനിക്കപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കൈ കൊണ്ട് എൻ്റെ കാലിൽ ഒരു നുള്ളു വെച്ചു. ഇനി അഥവാ സ്വപ്നമാണെങ്കിൽ ഞാനൊന്ന് ഉണർന്നോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു ആ പരിപാടി. പക്ഷേ അതൊരു സ്വപ്നമല്ലായിരുന്നു. ഞാൻ ആഗ്രഹിച്ച നിമിഷം എനിക്കായി ഒരുങ്ങി വന്നതായിരുന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. ഇത്രയ്ക്ക് സപ്പോർട്ടായിട്ട് മമ്മി നിൽക്കുമ്പോൾ ഞാൻ പിന്നെ ആരെ ഭയക്കണം? ഞാൻ പിന്നെ ആ മാളത്തെ ലക്ഷ്യമാക്കി പലതും ചെയ്തു. പക്ഷെ അതൊന്നും മമ്മിക്ക് തികയാതെ വന്നു. അതുകൊണ്ട് മമ്മി എൻ്റെ ചെവിട്ടിൽ വന്ന് പറഞ്ഞു, ഇങ്ങനെ വൈകിപ്പിച്ചാൽ ഡാഡിയും അനിയത്തിയും ഉണരും.
വല്ലതും നടത്തണമെങ്കിൽ പെട്ടെന്ന് നടത്തിക്കോ. ഇത് കേട്ട് ഞാൻ വീണ്ടും ഞെട്ടിപ്പോയി. എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് നടന്ന എല്ലാ ആഗ്രഹങ്ങളും മമ്മിക്ക് മനസ്സിലായെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിനെയും ശരീരത്തെയും അടക്കി പിടിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ തണുത്ത് വിറച്ച പ്രകൃതിയിൽ ചുമരുകൾ പോലും തണുത്ത് വിറച്ചു നിൽക്കുന്ന ആ നിമിഷത്തിൽ ആരായാലും ബന്ധവും സ്വന്തവും ഒന്നും നോക്കില്ല. പിന്നെ എൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല മറ്റു കാര്യങ്ങൾ നടന്നത്. എൻ്റെ അടക്കി പിടിച്ച എല്ലാ ആഗ്രഹങ്ങളും ഞാൻ പുറത്തെടുത്തിട്ടു. ഈ കൊടും തണുപ്പിൽ മമ്മി എല്ലാം മറന്ന് ഇതിലേക്ക് വന്നതാണോ? അതോ മമ്മിക്ക് ഇതിനു മുമ്പ് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ എന്നെനിക്ക് മനസ്സിലാക്കാൻ അപ്പോഴും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും പരിസരവും സാഹചര്യവും മറന്ന് മമ്മി സ്വന്തവും ബന്ധവും ഒന്നും നോക്കാതെ എനിക്കായി എല്ലാം തുറന്നു വെച്ച് തന്നു. ഡാഡിയും അനിയത്തിയും അടുത്ത് കിടക്കുമ്പോൾ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നതിൽ പേടിയും ഭയവും എല്ലാം മറച്ചു വെച്ച് ഞാൻ അതിൽ നന്നായി കയറി ഇറങ്ങി. ആ അവസരം ഞാൻ ഒട്ടും പാഴാക്കാൻ ഉദ്ദേശിച്ചില്ല. എന്നിലെ കഴിവെല്ലാം ഞാൻ മമ്മിക്കായി സമ്മാനിച്ചു. പക്ഷെ ആ സമ്മാനം മുഴുവനായി കൊടുത്തു തീർക്കുന്നതിന് മുമ്പ് തന്നെ അനിയത്തിയുടെ വിളി വന്നു. ആ വിളി കേട്ട് ഞാൻ ഭയന്ന് വിറച്ച് എല്ലാം വലിച്ചൂരി മറച്ചു വെച്ച് അറിയാത്ത പോലെ കിടന്നു. അനിയത്തി ആ വിളി വീണ്ടും തുടർന്നു. പക്ഷെ എന്നെക്കാളും മികച്ച രീതിയിൽ ഓസ്കാർ കിട്ടുന്ന അഭിനയത്തിലായിരുന്നു മമ്മി അപ്പോൾ കിടന്നത്. ഞങ്ങൾ രണ്ടുപേരും വിളി കേൾക്കാത്തത് കൊണ്ട് അനിയത്തി മമ്മിയുടെ അടുത്തേക്ക് വന്ന് തട്ടി വിളിച്ചു. മമ്മി പതുക്കെ തലയിൽ നിന്ന് പുതപ്പ് മാറ്റി ചോദിച്ചു, എന്താടിയെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് മമ്മിയുടെ കൂടെ കിടക്കണമെന്ന്. ശരിക്കും അവള് ഞങ്ങളുടെ സ്വർഗത്തിലെ ഒരു കട്ടുറുമ്പ് തന്നെ ആയിരുന്നു അപ്പോൾ. മമ്മി അവളെ പറഞ്ഞു വിടാൻ പലതും പറഞ്ഞു നോക്കി. ഞാനതൊന്നും അറിയാതെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന പോലെ അഭിനയിച്ചു. അവസാനം മമ്മിക്ക് അതിൽ കീഴടങ്ങേണ്ടി വന്നു. മമ്മി പിന്നെ ഒന്നും നോക്കിയില്ല, അവളെയും അടുത്ത് കിടത്തി. പക്ഷേ അവളുടെ ഉറക്കമെല്ലാം പോയിരുന്നു. അവൾക്ക് ഉറങ്ങാനായിരുന്നില്ല, മമ്മിയോട് സംസാരിച്ചിരിക്കാനായിരുന്നു അപ്പോഴവൾ അങ്ങോട്ട് വന്നത്. അവൾ എന്തൊക്കെയോ കാര്യമായി മമ്മിയോട് സംസാരിക്കുന്നുണ്ടായി. ഇതിനിടെ മമ്മി ഒന്നെന്നെ തിരിഞ്ഞു നോക്കി. ഞാനപ്പോൾ നിസ്സഹായതനായി മമ്മിയുടെ കണ്ണിലേക്ക് നോക്കി. മമ്മി അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ ചുവട്ടിൽ മെല്ലെ പറഞ്ഞു, എന്തായടാ, മതിയായില്ലേ? നീ വിഷമിക്കണ്ട, ഇതിൻ്റെ ബാക്കി ഞാൻ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് തരാം. മമ്മിയുടെ വായിൽ നിന്നും ആ വാക്ക് കേട്ടപ്പോൾ എന്തെന്നറിയാത്ത ഒരു സന്തോഷമാണ് എനിക്കുണ്ടായത്. അടുത്തൊരു അവസരത്തിനായി ഞാൻ വീണ്ടും കാത്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.